എല്ലാ കൂട്ടുകാർക്കും മറിയാമ്മസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റ് ഒരു കരൾ ഫ്രൈ ആണ്. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കി അടിപൊളി കരൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നല്ല പോത്തിന്റെ കരളാട്ടോ, അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന. കൂടെ നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ പെരിഞ്ചീരകം, കറിവാപ്പട്ട എന്ന് വേണ്ട സാധനങ്ങളെല്ലാം വേണം. പിന്നെ നമുക്ക് വേണ്ട പെരിഞ്ചീരകമൊക്കെ ഇടുമ്പോൾ വെച്ചിട്ട് കൂടുതൽ എടുത്തോട്ടോ. പിന്നെ ഉപ്പ്, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളകും കാന്താരിയും കൂടെ അരച്ച് വെച്ച നല്ല അടിപൊളി ടേസ്റ്റോടെ കരളാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബോള, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്ന് വേണ്ട സാധനങ്ങളെല്ലാം വേണം. ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിപൊളി ഒരു കരൾ ഫ്രൈ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളും വെച്ച് നമ്മൾ നമ്മുടെ അടിപൊളി കരൾ ഫ്രൈ നമുക്ക് ഇന്ന് തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ പച്ചക്കുരുമുളകും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം. ഇതിലൂടെ നമ്മൾക്ക് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. കറിവേപ്പിലയുടെ ഞാൻ പറയാൻ മറന്നു പോയതാണേ. ഇച്ചിരി പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും ഉണ്ടോ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് അടിച്ചെടുത്തോണ്ട് വരണം. അത് ശരിക്കും ഫൈൻ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കണ്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വേണം മിക്സിക്കകത്ത് ചതച്ച്. വേറെ ഏത് കല്ലിലിട്ട് ചതച്ചെടുത്താലും മതി. അപ്പം എന്താണ് ഈ വക ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുത്തോണ്ട് വരുവാണ്. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് വേണം നമുക്ക് ആ കരള് ചെയ്യാനായിട്ട്. എന്താളും ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പാൻ എടുത്തിട്ട് ആ പാനിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരൾ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുഴച്ച് പരട്ടി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാനായിട്ട്. ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ടോ ആ ഒരു പരുവത്തിലാക്കി നമ്മളത് ശരിക്കും ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കരളിനകത്തേക്ക്. കാരണം ഇതിന്റെ ടേസ്റ്റ്, ഈ പച്ചക്കുരുമുളകിന്റെ ടേസ്റ്റിനുള്ള അപാര ടേസ്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനിവിടെ മുളക് പൊടി ഇടുമെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള മുളക് പൊടി ഇടുന്നില്ല. ഒരു കുറച്ച് പേരിന് മാത്രം ആ കൂടെ നമ്മൾ ആ സമയത്ത് ഇടുന്നുള്ളൂ. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, ജീരകം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടെ നമുക്ക് ഇടാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴട്ടുന്ന കൂട്ടത്തിൽ ബാക്കിയും കൂടി ഇടാലോ. പിന്നെ ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടല്ലോ, അത് മൊത്തത്തോടെ കമത്തരുത്, കുറച്ച് മാത്രം. കാരണം ഇത് വേകുന്ന സമയത്ത് അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഈ കൂടെ വരണമെങ്കിൽ ആ കൂടെ നമ്മൾ കുറച്ചിട്ടൊന്ന് വേവിക്കണം. ബാക്കി മാത്രം നമ്മൾ വഴട്ടിയാൽ മതി. പിന്നെ നമ്മുടെ ചുമന്നുള്ളി നമ്മുടെ ഏത് മീറ്റ് കറി വെച്ചാൽ അതിനകത്ത് ചുമന്നുള്ളി ഇടുവാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചുമന്നുള്ളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോള ഇട്ടാലും കുഴപ്പമില്ല, ചുമന്നുള്ളി ഇടണം. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് കൂട്ടി അവനെ നല്ലൊരു പരുവാക്കി എടുത്ത് വെക്കണം. പരുവാക്കി ഒരു കുറച്ച് സമയം വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഇവന് അത്തേലേക്ക് അങ്ങ് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ചിലർ വെള്ളമൊക്കെ ചേർക്കാതെ കരളോ ഒലത്തിയെടുക്കുന്നവരുണ്ട്. പക്ഷെ എന്തായാലും ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്ത് കുറച്ച്, കാരണം വേവാനായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത് ഉണ്ടോ. അതിന് മുകളിലൊരു കറിവേപ്പില തണ്ടൊക്കെ വെക്കും. എന്നിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കും. വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളിതങ്ങ് അടുപ്പയിലേക്ക് അങ്ങോട്ട് കയറ്റും. ഇത് ഇച്ചിരി സമയം ഒരു അപ്പിപ്പൊത്തി ഒരു 10-15 മിനിറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വേഗം പാകത്തിന് മാത്രം ഞാൻ ഇവിടെ കണ്ടോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവനെ പതുക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് നമ്മളിനി എന്ത് ചെയ്യണം, തീയിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പം ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് തീയൊക്കെ ഒന്ന് ഓണാക്കി ഒന്ന് കത്തിച്ചു കൊടുക്കാം. ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് നടത്തണം. ഇത് വേവാനായിട്ട് ഒരിടത്തേക്ക് വെച്ചിട്ട് നമുക്ക് അടുത്ത നമ്മുടെ പാൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇനിയിപ്പോൾ വഴട്ടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ട് നമ്മുടെ സബോളയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ വഴട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പാനാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പകുതി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഞാനേ അത് ഫോൺ വെച്ച് ശരിയായി ഇല്ല, ക്യാമറ എൻ്റെ സെറ്റായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പാത്രത്തിൻ്റെ പകുതി മാത്രം ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പകുതി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചിട്ട് കുറച്ച് കടുകൂട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടുകൂട്ടൻ നന്നായിട്ട് അവിടെ കിടന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം വേണം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയി നമ്മുടെ കറിവേപ്പിലയും അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്താണെങ്കിലും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കാണാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാവർക്കും അതിനകത്ത് ഇട്ടതല്ലേന്ന് ചോദിക്കും. അതിനകത്ത് ഇട്ടാലും നമ്മൾ ഇതിനകത്തേക്കും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. വഴട്ടുന്ന കൂടത്തിൽ നമ്മുടെ സബോളയുടെ കൂടെയൊക്കെ നമുക്കിന്ന് ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇളക്കണം അങ്ങോട്ട്. അവിടെ കിടന്നങ്ങനെ വഴട്ടെ. എന്നിട്ട് വേണം നമ്മൾ അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇല്ലാതെ, ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാതെ എന്ത് മീറ്റും
അതുപോലെ തന്നെ ഫിഷ് കറിയില്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ ഇട്ട് ഞാൻ എന്ത് കറി വെച്ചാലും ഇനി പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടത് വഴട്ടും. അല്ല കടിച്ചു കിടക്കാൻ പാകത്തിന് അങ്ങനെ കടിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇറച്ചി വെച്ചാലും അത് ഒരുമാതിരി കിടക്കും അതിനകത്ത്, ഒരു സുഖമല്ല. സബോളയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വഴറ്റണം. വഴറ്റി ആ ഇറച്ചിയോടോ അല്ലെങ്കിൽ എന്താ വെക്കുന്നത് അതിനോട് യോജിച്ചാൽ മാത്രമേ അതിൻ്റേത് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ സബോള ഉണ്ടല്ലോ, സബോള ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി നമ്മൾ ഇതിനകത്ത് കരളിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വഴറ്റുന്ന സമയത്ത് നമ്മുടെ സബോളയും കൂടി ഇട്ട് നമ്മളത് വഴറ്റണം. എന്താണെങ്കിലും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് വഴട്ടുവാണെങ്കിൽ പെട്ടെന്ന് മൂക്കാനായിട്ട് സഹായമാവും. ഇപ്പോൾ ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വഴണ്ട് വരും. പെട്ടെന്ന് വഴലാനായിട്ട് ഉപ്പിട്ട് വഴറ്റാൻ നല്ലതായിരിക്കും. ഇനി കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു പരുവായിട്ട് വരുന്നുണ്ട്, മൊത്തമായിട്ടില്ല. എന്നാലും ഇച്ചിരി കഴിയട്ടെ, അതുവരെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശമൊക്കെ പരുവായി. ഇനി ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, പൊടി ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. പക്ഷെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചട്ടിക്കും ചൂടായതിനെല്ലാം കൂടെ ചൂടായിരിക്കും, പെട്ടെന്ന് അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു പാത്രം എടുത്തിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഇതെല്ലാം പൊടിയെല്ലാം മൂപ്പിക്കുകയാണെങ്കിൽ, എണ്ണ ഒഴിക്കാതെ മൂപ്പിക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഭവത്തിന്, അതായത് കരളായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് പ്രത്യേക ഒരു കളർ കാണും. നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് വഴട്ടുമ്പോൾ അത്രയ്ക്ക് കളർ കിട്ടില്ലെങ്കിലും ആ സെപ്പറേറ്റ് ആയിട്ട് ആ പൊടിയൊക്കെ ഒരു പാത്രത്തിനകത്തിട്ട് വഴറ്റി ഇട്ട് നോക്കി, നല്ല അടിപൊളി കളറായിരിക്കും. കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നും. ചിലപ്പോൾ നമ്മൾ ഈ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും കളറില്ലെങ്കിലോ ഒരുമാതിരി ഇതിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലേ. സാധാരണ പച്ചക്കറി വെക്കുമ്പോൾ അല്ലേ ഇറച്ചിക്കും മീനിനൊക്കെ എപ്പോഴും എരിവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടിയില്ലെങ്കിൽ ഒരു കാരണവശാലും അത് വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഏകദേശം ഞാനിതിട്ട് ഇളക്കാണ്. ഇളക്കി ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കരളടക്കണ്ടോ സെറ്റായിട്ട് കുറച്ച് വെള്ളം കൂടി ഉള്ളൂ. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കാണും. ഇത് വേകണമല്ലോ. ഇത് ചിലരൊക്കെ എന്താണെങ്കിലും ഇത് വെള്ളമൊന്നും വെക്കാതെ വെക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് നമ്മൾ ആ വഴട്ടിയെല്ലാം വെച്ചേക്കുന്ന വറുത്ത് വെച്ചേക്കുന്ന സാധനത്തിന് അങ്ങ് ഇട്ട് കൊടുക്കണം, നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ. അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് നോക്കണം, കുരുമുളക് നോക്കണം, എല്ലാം നോക്കണം. കുരുമുളകൊക്കെ കൃത്യഭാഗമാണെന്ന് നോക്കണം. കാരണം കരളിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുമ്പിൽ നിൽക്കുന്നത്. കുരുമുളകിൻ്റെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ, അല്ലാതെ നമ്മുടെ മുളക് പൊടിയുടെ ആ കുത്തലല്ല വേണ്ടത്. മുളക് പൊടിയൊക്കെ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് നോക്കണം. ഇപ്പോൾ ഏകദേശം ഇത് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ ഈ കുഴമ്പ് എടുത്തിൽ എവിടെ എടുത്തേക്കുന്നത്, ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇളക്കി വീണ്ടും അതിങ്ങനെ ഡ്രൈ ആക്കി എടുത്തുകൊണ്ടിരിക്കണം. അല്ല വേറൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ഇപ്പോൾ അവസാനം ഞാൻ ഒഴിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണയാണ്. കളർ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പ് കൂടുതലായിട്ടുണ്ട്, ഉരുകിയിട്ടില്ല, അതുകൊണ്ട് കേട്ടോ എന്നെ ചീത്ത പറയല്ലേ. കണ്ടോ, ഇത് വേണമെങ്കിൽ കൂടുതൽ ഇനി വെള്ളണമെങ്കിൽ ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ എണ്ണ ഒഴിച്ച് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി വേറൊരു പാലിനകത്തിട്ട് ഇളക്കിയാൽ മതി. ഇപ്പോൾ സെറ്റ് ആയിക്കോളും. നമുക്കിപ്പോൾ എന്താണ് ഇവിടെ ഈ കളർ ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് ഇത് അടിപൊളി ടേസ്റ്റിൽ അവസാനം ഒഴിക്കുന്ന ആ പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചിട്ടുണ്ട്, പൊളിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.